തൃശൂർ പൂരം തകർത്തതിന്റെ കിങ് പിൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണെന്ന് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പൂരം കലക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളത് ബി.ജെ.പിയുടെ ഫോർമുലയാണെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. മരത്താക്കര കുഞ്ഞനംപാറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ഡീറ്റെയിൽ എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഷോറൂമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണശാലയും കത്തിനശിച്ചു. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയിലേക്കെന്ന വ്യാജേനയാണ് പിരിവെടുത്തത്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പാക്കാനും ശ്രമം. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം തകർത്തതിന്റെ കിങ് പിൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണെന്ന് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പി.വി. അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ പാർട്ടി സെക്രട്ടറിക്ക് നട്ടെല്ലുണ്ടോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും സുനിൽകുമാറിനുമെതിരെ രൂക്ഷമായ ആക്ഷേപമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയത്. തൃശൂർ പൂരം തകർക്കാൻ ശ്രമിച്ച വിഷയത്തിൽ പി.വി. അൻവർ എം.എൽ.എയുടെ വാക്കുകൾ തന്നെയാണ് സുനിൽകുമാറിന്റെയും വാക്കുകൾ. പോലീസ് തലപ്പത്ത് ഗൂഢാലോചന നടത്തി പൂരം കലക്കി അതിൽ മീൻ പിടിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത്. സ്വന്തം ചെയ്തി മറയ്ക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത്. പൂരത്തിന്റെ അന്തകനായ സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണ്. പൂരം വിഷയത്തിലെ പരാതിക്കാരനായ താൻ തന്നെ ഇതു സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സുനിൽകുമാറിന് വാസ്തവത്തിൽ മാനസിക വിഭ്രാന്തിയാണ്. ഒരുതരം രാഷ്ട്രീയ മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം അട്ടിമറിക്കാൻ പോലീസിന്റെ തലപ്പത്ത് ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് പി.വി. അൻവർ പറയുന്നത്. ആ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് തന്നെയാണ് ബി.ജെ.പിയും പറയുന്നത്. പോലീസ് നടത്തിയ ഗൂഢാലോചന സുനിൽകുമാറുമായിട്ടായിരുന്നു, ഇടതുപക്ഷവുമായിട്ടായിരുന്നു. ഈ കാര്യം വളരെ സുവ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തത് ഞാനാണ്. ഗവൺമെന്റിന്റെ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊട്ടാര വിപ്ലവമാണ്. മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യ കലവറയുടെയും വീടിന്റെയും താക്കോൽക്കാരനാണ് ADGP MR അജിത് കുമാർ. അതുകൊണ്ട് ADGPക്കെതിരെ ഒരു ചുക്കും ചെയ്യില്ല. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങൾ ഇനി ശൂന്യാകാശത്ത് മാത്രമാകും. വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയും മാറ്റി നിർത്താൻ CPM സെക്രട്ടറി M.V. ഗോവിന്ദന് നട്ടെല്ലുണ്ടോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കുമെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം ADGP പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജയിലിൽ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നു, തലസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? M.V. ഗോവിന്ദന് നട്ടലുണ്ടെങ്കിൽ അത് പറയാൻ M.V. ഗോവിന്ദൻ തയ്യാറാകുമോ? മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ ADGPയെയും പൊളിറ്റിക്കൽ ശശിയെയും മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയിലെ കൊട്ടാര വിപ്ലവം രൂക്ഷമാകുന്നതിന്റെ തെളിവാണ് പി.വി. അൻവറുടെ വെളിപ്പെടുത്തലും ജയരാജനെ പറഞ്ഞയക്കലും. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഭൂകമ്പത്തിന്റെ തെളിവുകളാണ്. TCV തൃശൂർ. തൃശൂർ പൂരം കലക്കിയതിന്റെ കൂട്ടത്തിൽ ഇടത് നേതാക്കൾ ഉണ്ടാകില്ലെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം തകർത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളത് ബി.ജെ.പിയുടെ ഫോർമുലയാണ്, അത് LDFന്റെ ഫോർമുലയല്ല. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ബി ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാണ്. ആ ഫോർമുല തന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കേണ്ട. തനിക്ക് യാതൊരു മാനസിക വിഭ്രാന്തിയും ഇല്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല. കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഗോപാലകൃഷ്ണനെ പറ്റി എന്നിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതെനിക്ക് അതിനെപ്പറ്റി മറുപടിയായിട്ട് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗോപാലകൃഷ്ണൻ എൻ്റെ ഈ പ്രസംഗം ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ പുറത്തു വിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യമല്ല. പിന്നെ ഈ പൂരം തകർത്താൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്, അത് LDFന്റെ ഫോർമുല അല്ല. അല്ല, ഞാൻ പറയട്ടെ, ഈ സാധാരണ നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു എല്ലാവർക്കും അറിയാലോ, പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള
ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ അറിയണം, പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്കടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് ഈ പറയുന്ന BJP നേതാവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഞാൻ സംശയിക്കുകയാണ്. മരത്താക്കര കുഞ്ഞനംപാറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ, കോടികളുടെ നഷ്ടം കണക്കാക്കുന്നു. എറണാകുളം സ്വദേശി ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഡീറ്റെയിൽ സ്ഥാപനത്തിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ അഗ്നിബാധയുണ്ടായത്. തീ പടരുന്നത് കണ്ട് സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് അഗ്നിശമന സേനയെ വിവരമറിയിച്ചത്. ഷോറൂമും നിർമ്മാണശാലയും പൂർണ്ണമായും കത്തിനശിച്ചു. ടിന്നർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തേക്ക് തീ പടരും മുൻപ് തീ നിയന്ത്രണ വിധേയമാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. തൃശൂർ, പുതുക്കാട്, ചാലക്കുടി, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് 15ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പിന് ശ്രമം. നഗരസഭയിലെ 25-ാം വാർഡിലാണ് സംഭവം. പെൻഷൻ വിതരണത്തിനെത്തിയ യുവതി CPIയുടെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പേരിൽ 100 രൂപ വീതം പിരിച്ചെടുത്തെന്നാണ് പരാതി. വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായാണ് പിരിവെന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ കിസാൻ സഭയുടെ മെമ്പർഷിപ്പ് രസീതിയാണ് പണം നൽകിയവർക്ക് നൽകിയത്. നിർബന്ധിത പിരിവിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് പിരിച്ചെടുത്ത പണം തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി പറയപ്പെടുന്നു. ക്ഷേമ പെൻഷൻ തുകയിൽ നിന്നും നിർബന്ധ പിരിവ് നടത്തിപ്പിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് മേത്തല മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. മാറ്റുനോട്ടിരുന്ന് പെൻഷൻ ഓരോരുത്തർക്കും വീടുകളിൽ കൊണ്ടുകൊടുക്കുന്നത്. അപ്പോഴാണ് അറിയണത് ഇവർ 100 രൂപ വെച്ചിട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ട്, വയനാട്ടിലേക്കുള്ള പിരിവിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കൂട്ടാനാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് മറ്റു വാർഡുകളിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ 25-ാം വാർഡിൽ മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. അവിടെ ഒന്നും ഈ സംഭവമേ ഇല്ല. ഈ 100 രൂപയും ചോദിച്ചിട്ടില്ല, 10 രൂപ വരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു അന്യായമല്ലേ ഇത്? 6 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള ഈ പാവങ്ങൾക്ക് 1 മാസത്തെ പെൻഷൻ വന്നിട്ട് അതിൽ നിന്ന് 100 രൂപ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരനോട്ട് കൊണ്ടുപോയപ്പോൾ ഈ അന്യായത്തിനെതിരെ മേത്തല മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ബലാത്സംഗ കേസിൽ നടൻ നിവിൻ പോളിയുടെ അറസ്റ്റ് ഉടനില്ല. മറ്റു കേസുകളിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നതുവരെ അറസ്റ്റ് വേണ്ടെന്നാണ് തീരുമാനം. നേരത്തെ ഇര നൽകിയ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്നും അന്വേഷിക്കും. ദുബായിൽ വെച്ച് മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്ത ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് യുവതിയുടെ പരാതി. ആരോപണം നിവിൻ പോളി നിഷേധിച്ചിരുന്നു. യുവതിയുടെ പരാതിയിൽ 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിവിൻ പോളി കേസിൽ 6ാം പ്രതിയാണ്. നിർമ്മാതാവ് AK സുനിൽ 2ാം പ്രതി. കഴിഞ്ഞ നവംബറിൽ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നു. കേസിൽ 1ാം പ്രതി ശ്രേയ, 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. IPC 376 ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലും മനപ്പടി കുരിശുപള്ളിയിലും മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്കും 2:45 ഇടയ്ക്കാണ് മോഷണം നടന്നതെന്ന് നിരീക്ഷണ ക്യാമറയിൽ കണ്ടെത്തി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പള്ളി ഗ്രോട്ടോയ്ക്ക് മുന്നിലുള്ള 2 ഭണ്ഡാരങ്ങളും മനപ്പടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ ഒരു ഭണ്ഡാരവുമാണ് കുത്തി തുറന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് മോഷണം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ വെള്ളറക്കാട് വില്ലേജ് ഓഫീസിലും മരത്തംകോട് മേരിമാത പള്ളിക്കു കീഴിലുള്ള സെന്റ് സേവ്യർ കുരിശുപള്ളിയിലും ചൊവ്വന്നൂർ മാവേലി സ്റ്റോറിലും കള്ളുഷാപ്പിലും മോഷണം നടന്നിരുന്നു. എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പോർക്കുളം CV ശ്രീരാമൻ റോഡിലെ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിൽ ഇടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം കൊങ്ങണൂർ സ്വദേശികളായ പ്രതീഷ്, ജ്യോതിഷ്, പ്രജിത്ത് എന്നിവർക്കാണ് പരിക്ക്. പാറമ്പാടം ഭാഗത്ത് നിന്ന് കരിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് അമിത വേഗതയിലെത്തി വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തൃശൂർ താലൂക്ക് ഫാർമേഴ്സ് ആൻഡ് ലേബേഴ്സ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ MG റോഡിൽ ഓണച്ചന്ത ആരംഭിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് KK രാജീവ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സെക്രട്ടറി വിനീത, ഡയറക്ടർമാരായ KK വേലായുധൻകുട്ടി, ദേവസി, ഹരിദാസ്, ഡോളി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ജസ്റ്റിസ് T രാമചന്ദ്രൻ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 13ാമത് അഖിലേന്ത്യാ മൂഡ് കോർട്ട് മത്സരത്തിന് വെള്ളിയാഴ്ച തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് നിയമ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഞായറാഴ്ച മത്സരം സമാപിക്കും. മുൻ കേരള ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് PS ഗോപിനാഥ്, ജസ്റ്റിസ് നാരായണ പിഷാരടി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഗുരുതരമായ രക്താർബുദ ചികിത്സയ്ക്കായുള്ള അതിനൂതന ചികിത്സാ രീതിയായ CAR T-സെൽ തെറാപ്പി അമല ആശുപത്രിയിൽ ആരംഭിച്ചു. കേരളത്തിൽ ഈ ചികിത്സ പൂർത്തീകരിച്ച രണ്ടാമത്തെ ആശുപത്രിയാണ് അമല. അമല ആശുപത്രിയിൽ 2.5 വർഷത്തിനുള്ളിൽ 40ഓളം രോഗികൾക്ക് മജ്ജ മാറ്റിവെക്കൽ ചികിത്സ നടത്തിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, മെഡിക്കൽ ഓങ്കോളജി HOD ഡോക്ടർ അനിൽ ജോസ് താഴത്ത്, ഓങ്കോളജിസ്റ്റ് ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ, സെൽ തെറാപ്പി ഇൻചാർജ് ഡോക്ടർ സുനു സിറിയക്, PRO ജോസഫ് വർഗീസ്, കോർഡിനേറ്റർ രാജേഷ് G നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കേരളത്തെ ഒറ്റിക്കൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുലൈഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി KB സുരേഷ്, എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CM അബ്ദുൾ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിലെ പോലീസും മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വെള്ളത്തേരി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു അപകടം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വനിതാ കൂട്ടായ്മയിൽ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് 100 മേനി. ദേശീയപാതയോരത്ത് ചന്ദ്രാപിന്നിയിലാണ് കാഴ്ചക്കാരുടെ മനം നിറച്ച് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന രത്നചന്ദ്രൻ, ആശാ രാജൻ, ഗൌരി ശിവദാസൻ എന്നിവരാണ് എടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. ചാമക്കാല സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ 1/2 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തിരഞ്ഞെടുത്തത്. അപ്പം ഞങ്ങളുടെ ഓഫീസർ സജ്ജന മാഡത്തിൻ്റെ പരിപൂർണ പിന്തുണ, എല്ലാ തരത്തിലുള്ള ഹെൽപ്പോടുകൂടി തന്നെയാണ് മാഡം വന്ന സ്ഥലവും കണ്ട് മാഡം തന്നെ തൈകൾ ഇറക്കി തന്ന് ഏറ്റവും വില കുറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി 3 രൂപയ്ക്കാണ് ഇറക്കി കൊടുത്തത്. അപ്പോൾ മാഡത്തിൻ്റെ ഒരു എഫേർട്ട് ഇതിനകത്ത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. വളം ഏർപ്പാട് ചെയ്യാനും എല്ലാ കാര്യത്തിനും മാഡം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങളായി കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി നിലമൊരുക്കലായിരുന്നു ആദ്യ കടമ്പ. നിലം തയ്യാറായതോടെ കൃഷിഭവനിൽ നിന്ന് നൽകിയ 2500 ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാണകപ്പൊടിയും ഫാക്ടം ഫോസും ന്യൂട്രി മിക്സുമായിരുന്നു പ്രധാന വളം. മഴ കൃഷിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമായത് കൃഷിക്ക് ഏറെ ഗുണകരമായതായി അംഗങ്ങൾ പറഞ്ഞു. 2 മാസത്തിനു ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമവും വിജയം കണ്ടു. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ വില കിട്ടിയാൽ ഞങ്ങളിപ്പോൾ ചെലവാക്കിയതിൻ്റെ പകുതി പൈസയിൽ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത്. അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും. TCV കയ്പമംഗലം. BJP വടക്കാഞ്ചേരി മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം വ്യാസ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ, ജനറൽ സെക്രട്ടറി S രാജു, ജില്ലാ കമ്മിറ്റി അംഗം ബാബു വാര്യർ, മണ്ഡലം ട്രഷറർ രാമപ്രസാദ് വടക്കാഞ്ചേരി, ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി എന്നിവർ പങ്കെടുത്തു.
കുന്നംകുളത്ത് നടന്ന സ്കൂൾ റവന്യൂ ജില്ലാ കായികമേളയിൽ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിന് ഇരട്ട സ്വർണം. റെസ്ലിംഗിൽ സബ് ജൂനിയർ 42 കിലോഗ്രാം വിഭാഗത്തിലും ജൂഡോ 40 കിലോഗ്രാം വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ അമേച്വർ മത്സരങ്ങളിലും സ്വർണം നേടിയിരുന്നു. എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിണാൾഡ് തോമസ് ആതിര ദമ്പതികളുടെ മകളാണ് സാൻഡ്ര ഐറിൻ. കണ്ടശാംകടവ് KCBയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുക, ആധുനിക രീതിയിലുള്ള ചാർജിംഗ് സംവിധാനം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ റോബിൻ വടക്കേത്തല, KK പ്രകാശൻ തുടങ്ങിയവരും സംസാരിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318Dയുടെ മെഗാ പ്രോജക്റ്റായ ക്ലോത്ത് ബാങ്ക് പ്രോജക്റ്റിൽ ലഭിച്ച വസ്ത്രങ്ങൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ താരമ്പത്ത് വാടാനപ്പള്ളി പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൈമാറി. ചടങ്ങിൽ ചാർട്ടർ പ്രസിഡന്റ് ഭരതൻ അധ്യക്ഷനായി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമഠത്തിൽ, റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ, പ്രവീൺജീത്, വൈസ് പ്രസിഡന്റ് അനന്തശയനൻ, ഹരിതകർമ്മസേന ലീഡർ സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാവക്കാട് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. CITU കോർഡിനേഷൻ കൺവീനർ KC സുനിൽ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി MV ഇല്യാസ്, CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ഫെഡറേഷൻ ജില്ലാ ഭാരവാഹികളായ K മണികണ്ഠൻ, അജിത് ഗുരുവായൂർ, സൗമ്യ വീരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കിടപ്പ് രോഗികളുടെ ഓണത്തിന് സഹായമാകുവാൻ കൂട്ട് ഉപ്പേരി ചലഞ്ചുമായി പഴഞ്ഞി VHSC വിദ്യാർത്ഥികൾ. ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ജനീർലാൽ PTA പ്രസിഡന്റ് അലി കോട്ടോലിന് കൈമാറി നിർവഹിച്ചു. വിദ്യാർത്ഥികളായ ഇർഫാൻ, മുഹമ്മദ് ഫദിൽ, ബാഷ്പ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് പൂത്തറയ്ക്കൽ ഫോക്കസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, കൃഷി ഓഫീസർ KP നിവേദിത, പഞ്ചായത്ത് അംഗം PC പ്രഹ്ലാദൻ, ക്ലബ് കൃഷി കോർഡിനേറ്റർ PS സുബീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാസു വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലധികമായി. കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ സ്വന്തം ഡ്രൈവറാണ് ഈ കാരണവർ. കൊടുങ്ങല്ലൂരിലെ നിലവിലുള്ള ടാക്സി ഡ്രൈവർമാരിൽ മുതിർന്നയാളാണ് വാസു. നഗരത്തിലെ എന്നല്ല പ്രദേശത്തെ റോഡുകളെല്ലാം വാസുവിന് കൈവെള്ളയിലെ രേഖ കണക്കെ സുപരിചിതമാണ്. 5 പതിറ്റാണ്ട് മുൻപ് പുതുക്കാടുള്ള ഡോക്ടറുടെ വീട്ടിൽ സഹായിയായി എത്തിയ വാസു അവിടെ വെച്ചാണ് ആദ്യമായി സ്റ്റിയറിംഗിൽ തൊടുന്നത്. ഡ്രൈവിംഗിൽ കമ്പം കയറുന്നതും അവിടെ നിന്ന് തന്നെ. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഡ്രൈവിംഗ് പഠനം പൂർത്തിയാക്കി ലൈസൻസ് എടുത്തു. ആദ്യമൊക്കെ സ്വകാര്യ കാറുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു. വൈകാതെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ടാക്സി ഡ്രൈവറായി അരങ്ങേറ്റം കുറിച്ചു. അന്നു മുതൽ വാസുവിന്റെ കാർ ടോപ്പ് ഗിയറിൽ യാത്ര തുടരുകയാണ്. 73 സ്കൂളിൽ ചേർന്ന് അന്ന് ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ 221 കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചേട്ടി കൊടുത്തു വണ്ടി. അപ്പോൾ കറപ്പിന് അച്ഛൻ 100 രൂപ എടുത്തു. അങ്ങനെ ലൈസൻസ് എടുത്ത് എന്നാൽ എന്തുകൊണ്ടാണ് ടെസ്റ്റ്. അന്നൊക്കെ കാല് കുറയ്ക്കും ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ. ഡ്രൈവറായിട്ട് ആദ്യം കൊച്ചിയിലാണ് ഒരു പ്രൈവറ്റ് വണ്ടിയിൽ വരുന്നത്. അത് പ്രമുഖ വക്കീലിൻ്റെ വണ്ടിയിലാണ്. അവിടെ നിന്ന് പോന്നിട്ട് കോളക്കോളൻ അപ്പുൻ്റെ വണ്ടിയിൽ കയറുക. അവിടെ നിന്ന് പോയിട്ട് പിന്നെ ടാക്സി ഓടിക്കാൻ തുടങ്ങി. 74-75 കൊല്ലം കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ ടാക്സി ഓടിക്കുക. നാളിതുവരെ വടക്കേ നടയിലെ സ്ഥിര സാന്നിധ്യമാണ് വാസു. കോവിഡ് കാലത്തും ഒഴിച്ചുകൂടാനാകാത്ത അവസരങ്ങളിലും മാത്രമാണ് വാസുവിന്റെ കാർ ഷെഡിൽ കയറിയിട്ടുള്ളത്. വയസ്സ് 70 ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ചുറുചുറുക്ക് മറ്റു ഡ്രൈവർമാർക്ക് മാതൃകയാണ്. എറിയാട് യൂബസാർ സ്വദേശിയായ വാസു കൊടുങ്ങല്ലൂരിന്റെ ഇന്നിനെയും ഇന്നലെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളിലൊന്നാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മദ്ഹു റസൂൽ കോൺഫറൻസ് തൃശൂരിൽ നടന്നു. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന റബിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. തൃശൂർ MICയിൽ നടന്ന കോൺഫറൻസിന്റെയും റബീഖ് ക്യാമ്പയിന്റെയും ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ജിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി. മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തി.
സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ സലാം ബാഗവി, കൺവീനർ അബൂബക്കർ ഫൈസി, കോർഡിനേറ്റർ സിദ്ദിഖ് ഫൈസി, വർക്കിംഗ് കൺവീനർ ഷഹീർ ദേശമംഗലം, SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി എന്നിവർ പങ്കെടുത്തു. ഓട്ടൻതുള്ളൽ കലയ്ക്ക് സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം. തുള്ളൽ കലയിലെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മണലൂർ ഗോപിനാഥ് സമർപ്പിച്ച പ്രബന്ധം സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. യൂണിവേഴ്സിറ്റി അഡ്വാൻസ്ഡ് റിസർച്ച് സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് മണലൂർ ഗോപിനാഥ് കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. യൂണിവേഴ്സിറ്റി ഗവേഷണ വിഭാഗം വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി മേലധികാരികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. ആർട്ട് ലാബ് യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജോൺ റൂബൻ ഡേവിസ് മണലൂർ ഗോപിനാഥിന് സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന യൂത്ത് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തക്കാരൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെയും ക്ഷേമാശ്വാസം നിഷേധിക്കുന്നതിനെതിരെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TN കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, മറ്റു ഭാരവാഹികളായ രാധാകൃഷ്ണൻ, PS സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സംഘടനയായ ഫാസ്പാഡിയുടെ മെമ്പേഴ്സ് മീറ്റ് കോടാലി SN സ്കൂളിൽ സംഘടിപ്പിച്ചു. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫാസ് പ്രസിഡന്റ് TK ലാലൻ അധ്യക്ഷത വഹിച്ചു. ജൈവ കർഷകൻ PV വേലായുധൻ, തേനീച്ച കർഷകൻ ശശി ആര്യടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി IR അരവിന്ദാക്ഷൻ, ട്രഷറർ T ബാലകൃഷ്ണമേനോൻ, VK കാസിം, സുരേഷ് അരീക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന R ചന്ദ്രന് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ ക്ലബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ സുബ്രഹ്മണ്യൻ, അനിത, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയേക്കൽ, ക്ലബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത്, പ്രസിഡന്റ് K ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ പുഷ്പനഗരം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് നടന്നു. തൈക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദേവസൂര്യ പ്രസിഡന്റ് KC അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ, വനിതാവേദി ഭാരവാഹികളായ അംബുജം സുബ്രഹ്മണ്യൻ, VP പ്രിൻസി, സാന്ദ്ര ഗോകുൽ, ജയശ്രീ പ്രജീഷ് എന്നിവർ സംസാരിച്ചു. തോളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനയിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. ക്ഷേത്ര ട്രസ്റ്റ്, സംരക്ഷണ സമിതി, മാതൃസമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിളവെടുപ്പ് മഹോത്സവം ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK മാധവൻ അധ്യക്ഷനായി. സെക്രട്ടറി PD മുരളീധരൻ, E കൃഷ്ണകുമാർ, P രമേശ്, ശ്രീകല കുഞ്ഞുണ്ണി, ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പകൃഷി. ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും നടന്നു. സംസ്ഥാന ഹൌസിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് KC അബു വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ജോയ് ആന്റണി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് UK രാധാകൃഷ്ണൻ, PI ലാസർ, MT ഉമ്മർ സലീം, CS രാജൻ, MB സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള പുനരധിവാസ പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. മുഖ്യമന്ത്രി പിണറായി വിജയന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസാണ് ചെക്ക് കൈമാറിയത്. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മഞ്ജുള അരുണൻ, റഹീം വീട്ടിപ്പറമ്പിൽ, ദീപ S നായർ എന്നിവരും സന്നിഹിതനായിരുന്നു. ഓണത്തപ്പനെ വരവേൽക്കാനുള്ള പൂക്കളം ഒരുക്കാൻ വിദ്യാലയ അങ്കണത്തിൽ ചെണ്ടുമല്ലി പൂ വസന്തം തീർത്ത് കുട്ടിക്കർഷകർ.
വടൂക്കര ഗുരുവിജയം ALP സ്കൂളിലെ കുരുന്നുകളാണ് വിദ്യാലയ അങ്കണത്തിൽ ചെണ്ടുമല്ലി പൂവസന്തം തീർത്തത്. സ്കൂളുകളിൽ അത്തം മുതൽ പൂക്കളം ഒരുക്കാനും പൂക്കള മത്സരത്തിനുമാണ് ഈ പൂക്കൾ ഉപയോഗിക്കുക. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ അറബിക് കലോത്സവത്തിൽ തുടർച്ചയായി 1ാം സ്ഥാനം നേടുന്നത് ഈ വിദ്യാലയമാണ്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3151 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം തകർത്തതിന്റെ കിങ് പിൻ മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പൂരം കലക്കി തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളത് BJPയുടെ ഫോർമുലയാണെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. മരത്താക്കര കുഞ്ഞനംപാറയിൽ ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ഡീറ്റെയിൽ എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഷോറൂമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണശാലയും കത്തിനശിച്ചു. കൊടുങ്ങല്ലൂരിൽ ക്ഷേമ പെൻഷൻ വിതരണത്തോടൊപ്പം ഭരണപക്ഷ കർഷക സംഘടനയുടെ പേരിൽ നിർബന്ധിത പിരിവ്. വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിയിലേക്കെന്ന വ്യാജേനയാണ് പിരിവെടുത്തത്. പരാതി ഉയർന്നതോടെ പണം തിരികെ നൽകി ഒത്തുതീർപ്പാക്കാനും ശ്രമം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.